അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. വാഴാനിയിൽ കാട്ടാനക്കൂട്ടം ഇറിഗേഷൻ വകുപ്പിന്റെ മതിൽ തകർത്തു. ആദിവാസി വിഭാഗത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം അധികൃതർ നടപ്പാക്കാത്തയിടത്താണ് ആനകളുടെ ഈ ഇടപെടൽ. വാഴാനി ഡാം പരിസരത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് ഡാമിന്റെ തെക്കുഭാഗത്തു നിന്നുമെത്തിയ കാട്ടാനകൾ ഇറിഗേഷൻ വകുപ്പിന്റെ മതിൽ തകർത്തത്. ഡാമിന്റെ തെക്കേ ഗേറ്റിന് സമീപമുള്ള മതിലാണ് ആനക്കൂട്ടം ഇടിച്ചു തകർത്തത്. ദൃശ്യങ്ങളിൽ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് മതിലും ചിതറിക്കിടക്കുന്ന ഇഷ്ടികകളും വ്യക്തമായി കാണാം. ഏറെക്കാലമായി വാഴാനി പീച്ചി വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ കുട്ടവഞ്ചി സവാരി നടത്തുന്ന ആദിവാസി വിഭാഗത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു ഈ തെക്കേ ഗേറ്റ് വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്നത്. ഇതുവഴി സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുമെന്നും തങ്ങളുടെ വരുമാനം വർദ്ധിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇറിഗേഷൻ വകുപ്പും വനം വകുപ്പും തമ്മിലുള്ള വർഷങ്ങളായുള്ള ശീതസമരത്തെ തുടർന്ന് ഈ ആവശ്യം നാളിതുവരെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പ്രദേശത്തെ MLAയ്ക്കും കളക്ടർക്കും ഉൾപ്പെടെ നിരവധി തവണ ഇവർ നിവേദനം സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അധികൃതർ കൈമലർത്തിയ ഈ ആവശ്യമാണ് സഹ്യന്റെ മക്കൾ നിമിഷനേരം കൊണ്ട് സാധിച്ചു നൽകിയതെന്നാണ് പ്രദേശവാസികളുടെ സംസാരം. അലഞ്ഞു തിരിയുന്ന കാട്ടാനകൾക്ക് മുന്നിൽ വകുപ്പുകളുടെ തർക്കങ്ങളോ അടച്ചിട്ട ഇരുമ്പ് ഗേറ്റുകളോ തടസ്സമാവില്ലെന്നാണ് തെളിയിക്കുന്നതാണ് ഇന്നത്തെ സംഭവം. പുലർച്ചെ എത്തിയ ആനകൾ മതിൽ തകർത്ത ശേഷം ഡാമിന്റെ പ്രധാന കെട്ടിന് മുകളിലൂടെ സഞ്ചരിച്ച് വടക്കുഭാഗത്തെ വനത്തിലേക്ക് കയറിയതായാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായ കാട്ടാന ശല്യം പ്രദേശവാസികളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. കൃഷി നാശത്തിന് പുറമെ ഇപ്പോൾ സർക്കാർ വക മതിലുകളും ആനകൾ തകർക്കാൻ തുടങ്ങിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വന്യമൃഗശല്യം തടയാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നും മതിൽ തകർന്ന സാഹചര്യത്തിൽ ഗേറ്റ് തുറക്കുന്ന കാര്യത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച് ആദിവാസി വിഭാഗത്തിന് സഹായകരമായ തീരുമാനമെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ സർക്കാർ അധികൃതർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വാഴാനി കാക്കിനിക്കാട് ഉന്നതിൽ വനവിഭവങ്ങളെടുത്ത് താമസിക്കുന്ന വനസംരക്ഷണ സമിതിയിലെ പെട്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് സർക്കാർ തന്ന ഒരു 4 കൊട്ടവഞ്ചി ഉണ്ട്. ആ കൊട്ടവഞ്ചി ഇപ്പോൾ വളരെ തുച്ഛമായ രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഇറിഗേഷൻ്റെ ഗേറ്റ് തുറന്നാലാണ് ഞങ്ങൾക്ക് ഉപകാരമുള്ളൂ. അത് തുറന്നാലാണ് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഉപജീവനമാർഗം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് തുറക്കാത്തത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ഒരു വെക്കേഷൻ ദിവസമാണ്. ഇന്ന് പോലും ഞങ്ങൾക്കൊരു കൊട്ടവഞ്ചി പോലും വന്നിട്ടില്ല. അപ്പോൾ കാരണം ഇതിൻ്റെ ഈ ഗേറ്റ് തുറന്നാലാണ് കാര്യമുള്ളൂ. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് നല്ലൊരു ഇത് കിട്ടണമെന്ന് പറയണേ. ഞങ്ങൾ കഴിഞ്ഞ മാസം നമ്മുടെ MLAയ്ക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു. നിവേദനം കൊടുത്തിട്ട് യാതൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. അതുകൂടി ഞങ്ങൾ ഇതിലെ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.